എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ മഞ്ഞൊക്കെ അങ്ങ് മാറി സൂര്യനൊക്കെ ഉദിച്ചു വരുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് രാവിലെ അങ്ങ് അടിപൊളിയായിരുന്നേ. വീടിന് ചുറ്റും ഇങ്ങനെ മരവും അതും ഇതും എല്ലാം ആയത് കാരണം ഇച്ചിരി കൂടെ തണുപ്പ് നമുക്ക് എപ്പോഴും കൂടുതലായിരിക്കും. ചൂടൊക്കെ ഭയങ്കര കുറവാണ് ഇവിടെ. ഈ വളർന്നു നിൽക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ, എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട് ഇവിടെ ഉള്ളതാണ്. ഇതൊന്നും ഇതുവരെ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടില്ലേ. പിന്നെ മിക്കവർക്കും അറിയായിരിക്കും ഈ ഒരു ചെടി, ഈ കായിൽ ഒരു സ്റ്റെയിൻ ഉണ്ട്, നല്ല ബ്ലഡ് പോലെയാണ് ഇരിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ഇതായിരുന്നു കേട്ടോ ബ്ലഡാക്കി എടുത്തിരുന്നത്. പിന്നെ ഈ ചെടി കണ്ട്, ഇതൊക്കെ തണുപ്പ് കാലത്താണ് ഞാൻ കണ്ടേക്കുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള പൊക്ക പ്രദേശങ്ങളിൽ ഇങ്ങനെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്, അധികം ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറുകയാണ്. അച്ഛയാണെങ്കിൽ അച്ഛയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളുമാണ്. അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും കപ്പയാണ് പുഴുങ്ങി വെച്ചേക്കുന്നത്. ഇവിടെ ആഴ്ചയിലൊരു 1-2 ദിവസമെങ്കിലും കപ്പയുണ്ടാവും. കപ്പയ്ക്ക് ചിക്കൻ കറിയാണ് കോംബോ. എങ്കിലും നമുക്കൊരു മുളക് ചമ്മന്തി കൂടെ നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് അമ്മയാണെങ്കിൽ ഉള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണേ. ചമ്മന്തി ഞാനാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടു നോക്കണേ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുളക് ചമ്മന്തിയാണേ. ഇടയ്ക്ക് സൗണ്ടിനൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടല്ലേ, കാരണം ഇവിടെ ഒരു കാക്ക എവിടെയോ ചത്ത് കിടപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും കൂടെ വന്ന് കിടന്ന് കരയുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നന്നായിട്ട് വീഡിയോയിലുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഈ സമയം നമ്മൾ എങ്ങോട്ട് മാറി നിന്നിട്ടും കാര്യമില്ല, കാക്കയുടെ സൗണ്ട് എവിടെ പോകുന്നാലും കേൾക്കും. കാരണം ഈ ഒരു പ്രദേശം മൊത്തം ഇളക്കുന്ന രീതിക്കാണ് നിങ്ങൾ കരയുന്നത്. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോരുത്തർ വീതം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ആദ്യം അനിയത്തിയും അമ്മയും കൂടെയാണ് കഴിക്കുന്നത്. അവർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനെടുത്തത്. അങ്ങനെ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് കാപ്പിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. വേറെ ഇങ്ങോട്ടും അല്ല, നമ്മുടെ ഡിങ്കുവിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ഡിങ്കു. ഇവനെയായിട്ട് കളിച്ച് അങ്ങനെ വെറുതെ കുറേ നേരം അവിടെ ഇരുന്നേ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനിവിടെ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുവാന്ന്. അങ്ങനെ തമാശയ്ക്ക് പോലെ നിങ്ങൾ ചിന്തിക്കരുത്. ഇനിയാണങ്ങോട്ട് പണി തുടങ്ങാൻ പോകുന്നത്. ഇവൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇവൻ്റെ കാര്യങ്ങൾ ഇനി ആദ്യം തൊട്ട് തന്നെ ചെയ്യാൻ കിടക്കുവാണേ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങളിനി കുളിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ.